ഹലോ ഗായ്സ്, ഞാൻ ദേ കണ്ണ് തുറന്നോടനെ ഇവള് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയാവുന്ന ആട്ടോ കണ്ടത്. ഞാൻ ദാ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് സാരിയൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുവാണ്. സിന്ദൂര പൊട്ടൊക്കെ തൊടുന്നുണ്ട് ഗായ്സ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നിർബന്ധമാണല്ലോ. അങ്ങനെ എന്നെ കൂട്ടാണ്ട് പോയാലോ എന്നോർത്ത് ഞാനും വേഗം റെഡിയായി. അങ്ങനെ ഞങ്ങൾ ദാ ഒരുമിച്ച് അമ്പലത്തിൽ പോകാൻ ഇറങ്ങുവാണ്. അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. കാറിലാണ് പോയത്. അവനും അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ കാറിപ്പോയി. അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി. ആനപ്പൂരമാണ് അവിടെ. ആനപ്പൂരം ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ആനകളെ കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് വന്നത്. വന്നപ്പോൾ ഒരു ആനയെ പോലും കാണാനില്ല. എന്തായാലും തൊഴുതിട്ടിറങ്ങാം നമുക്ക്. അങ്ങനെ അമ്പലത്തിൽ തൊഴാനായിട്ട് കയറിയപ്പോഴത്തേക്ക് തേങ്ങയൊക്കെ ഇരിക്കുന്നു. അയ്യപ്പൻ്റെ അമ്പലമാണ്. നെയ്വിളക്കൊക്കെ ഉണ്ട്. പിന്നെ കുറേ പറകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നെയ്യല്ല, അവർ എള്ള് പറയാണ് നേർന്നത്. നെല്ലും ശർക്കരയും പൂവും അങ്ങനെ എല്ലാ പറകളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദേ ഒരു ചേട്ടൻ സർപ്പദോഷത്തിനിരുന്ന് പാടുന്നതൊക്കെ കണ്ടു. ദാ മക്കളെ വന്ന് ആന വന്നിട്ടുണ്ട്. അങ്ങനെ ആനയെ കണ്ട സന്തോഷത്തിൽ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ നിൽക്കുമായിരുന്നു. ആനപ്പൂരം അല്ലേ, അപ്പോൾ ആനയൊന്ന് റെഡിയാവാൻ പോയതായിരിക്കും. ദാ ആന റെഡിയായി വന്നിട്ടുണ്ട്. നെറ്റിപ്പട്ടമൊക്കെ തൂകി നിൽക്കുവാണ്. എന്താല്ലേ തലയെടുപ്പ്. അങ്ങനെ ഇതാ പോകുന്ന വഴി കുറച്ച് കാവടിയും ചെണ്ടമേളവും ഒക്കെ കണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ ഒരു 3 മിനിറ്റ് നീണ്ട വെടിക്കെട്ടുണ്ടായിരുന്നു. അത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. 3 മിനിറ്റ് നിർത്താണ്ട് വെടിക്കെട്ടായിരുന്നു. അപ്പം സാധനമൊക്കെ വാങ്ങി. ഓക്കെ, ബൈ ടാറ്റാ.